ചൈനയിൽ ചെന്ന ഇംഗ്ലീഷ് പറയില്ല, തുർക്കിയിൽ ചെന്ന ഇംഗ്ലീഷ് പറയില്ല. യൂറോപ്പിൽ തന്നെ അധിക രാജ്യങ്ങളിലും സ്പാനിഷ്, സ്പെയിനിന്റെ ഭാഷയെ സംസാരിക്കുന്നത്, ചിലയിടത്ത് ജർമ്മനാ സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് എവിടെയാ ഉള്ളത്? ഇംഗ്ലീഷ് വൈദ്യം എന്ന് നമ്മൾ പറയാറുണ്ട്. ഇംഗ്ലീഷ് ഡോക്ടറാണെന്നറിയോ? ആ ഡോക്ടർക്ക് ഇംഗ്ലീഷ് അറിയോ? സ്കൂളിൽ പഠിച്ച കുട്ടിയോട് ചോദിച്ചു നോക്കൂ, പെണ്ണിന് എന്താ പറയാ? കുട്ടികൾ പറയട്ടെ, പെണ്ണിന് എന്താ ഇംഗ്ലീഷ് പറയാ? വുമൺ അല്ലേ? ആശുപത്രി പോയി ഡോക്ടറോട് വുമൺ എന്ന് പറഞ്ഞു നോക്ക്, അയാൾ ഗൈനക് എന്നാ പറയാ. ആശുപത്രിയിൽ ചെന്നാൽ പെണ്ണിന് ഗൈനക് എന്നാ പറയാ. സ്കൂളിൽ ചെന്നാൽ കുട്ടിക്ക് ചൈൽഡ് എന്ന് പറയും. ഹോസ്പിറ്റലിൽ ചെന്നാൽ പീഡിയാട്രിക് എന്നാ പറയാ. എല്ലിന് സ്കൂളിൽ ചെന്നാൽ ബോൺ എന്ന് പഠിക്കും, ഹോസ്പിറ്റലിൽ ചെന്നാൽ ഓർത്തോ എന്നാ പറയാ. ഇതൊന്നും നമുക്ക് ഓർക്കാൻ കഴിയൂല. ആക്ടമി, ഹിസ്റ്റോക്ടമി, സ്റ്റെതസ്കോപ്പ്, ഇതൊക്കെ എവിടുന്ന് വന്നതാ? ഇതൊക്കെ യൂനാനി ഭാഷയാണ്. ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്തുള്ള ഭാഷയാണ് ഇതെല്ലാം. കാരണം വൈദ്യം തുടങ്ങിയത് ഗ്രീസിലാണ്. അതുകൊണ്ട് വൈദ്യശാസ്ത്രപരമായ പ്രയോഗങ്ങളൊക്കെ യൂനാൻ ഭാഷയിലാണ്. ഇന്നാട്ടിലേക്ക് കൊണ്ടുവന്നത് ഇംഗ്ലീഷുകാരനായതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് എന്നതിനെ പറ്റി പറയുന്നേ ഉള്ളൂ. അത് ഇംഗ്ലീഷ് വൈദ്യമല്ല, അത് യുനാനി വൈദ്യമാണ്. യുനാനി വൈദ്യത്തിന്റെ മോഡേൺ വെർഷനും ഉണ്ട്, ആൻഷ്യന്റ് വെർഷനും ഉണ്ട്. 1000 വർഷം മുമ്പ് സ്പെയിനിലെ സക്കരിയ റാസി എന്ന് പറയുന്ന വൈദ്യൻ, അബുൽ ഖാസിം സെഹ്റാവി എന്ന് പറയുന്ന വൈദ്യൻ, അദ്ദേഹം കുടൽ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. 1000 വർഷം മുമ്പ് ഇബ്നു സീന തലയോട്ടി ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ സർജറി ഒക്കെ 1000 വർഷങ്ങൾക്ക് മുമ്പുണ്ട്. നമ്മളിപ്പോ ഈ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വൈദ്യം വന്നിട്ട് എത്ര 300 കൊല്ലമായിട്ടില്ല. അപ്പൊ നമ്മൾ അതിനെ ഇംഗ്ലീഷ് എന്ന് വിളിക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഇംഗ്ലീഷ് ഭാഷയല്ല അറിവെന്ന് പറയുന്നത്. അറിവെന്ന് പറയുന്നത് ശാസ്ത്രവും സാഹിത്യവും വിജ്ഞാനവും ആണ്. അതേതു ഭാഷയിൽ പഠിച്ചാലും അറിവാ. അതാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത്.